നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പൂജാ ബമ്പർ നറുക്കെടുപ്പിൽ രണ്ടാം സമ്മാനം തൃപ്രയാർ സ്വദേശിക്ക്. തൃപ്രയാർ മേൽ തൃക്കോവിൽ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന മണക്കാട്ട് ചന്ദ്രനാണ് 1 കോടി രൂപയ്ക്ക് അർഹനായത്. CPIM ചേർപ്പ് ഏരിയ സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി സ്വാഗത സംഘം ചെയർമാൻ PR വർഗീസ് പതാക ഉയർത്തി. BJP അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് തുറന്നു. പുതിയ കാര്യാലയം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ചേർപ്പിൽ ജില്ലാതല മണ്ണ് ദിനാചരണം നടന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പൂജാ ബമ്പർ നറുക്കെടുപ്പിൽ രണ്ടാം സമ്മാനം തൃപ്രയാർ സ്വദേശിക്ക്. തൃപ്രയാർ മേൽ തൃക്കോവിൽ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന മണക്കാട്ട് ചന്ദ്രനാണ് രണ്ടാം സമ്മാനമായ 1 കോടി രൂപയ്ക്ക് അർഹനായത്. പൂജാ ബമ്പർ 5 ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണത്തിന് നമുക്ക് അടിച്ചു. മറ്റേ 10 വർഷം ആയിട്ടുണ്ട്. 2014 എൻ്റെ ഓർമ്മ. 3 കോടി ഫസ്റ്റ് പ്രൈസ്. നറുക്കെടുപ്പിന്റെ തലേ ദിവസം രാത്രി 7 മണിക്ക് തൃപ്രയാർ പോളിടെക്നിക് കോളേജിന് മുൻപിൽ നിന്നും സൈക്കിളിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ജോണിയിൽ നിന്നുമാണ് ബമ്പർ ടിക്കറ്റ് എടുത്തത്. തൃപ്രയാർ ഭാരത് ലോട്ടറി ഏജൻസിയുടേതാണ് ടിക്കറ്റ്. 8 വർഷം മുൻപ് കേരള ഭാഗ്യക്കുറിയുടെ ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ 3 കോടി രൂപയും ചന്ദ്രന് ലഭിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാം സമ്മാനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ചന്ദ്രനും കുടുംബവും. ഇപ്പോൾ പൂജ ബമ്പറിൽ നമുക്ക് 1 കോടി വീണ്ടും പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുൻപ് ഒരു 8 വർഷം മുൻപ് ഒരു 3 കോടി രൂപ ഫസ്റ്റ് പ്രൈസ്. പിന്നെ കിട്ടിയതിൽ വളരെ സന്തോഷം. CPIM ചേർപ്പ് ഏരിയ സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ആനക്കല്ല് സെന്ററിലെ സീതാറാം യെച്ചൂരി നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ PR വർഗീസ് പതാക ഉയർത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ അനുബന്ധമായിക്കൊണ്ട് രാജ്യമെമ്പാടുമുള്ള വിവിധ ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു വരികയാണ്. അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് ഏരിയ സമ്മേളനങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം ചാർപ്പ് ഏരിയ സമ്മേളനം ഇന്നു മുതൽ 8ാം തീയതി വരെ ഒട്ടേറെ പ്രസിദ്ധമായ ഈ അവണിശ്ശേരി പഞ്ചായത്തിൽ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന ശ്രീമാൻ VR കൃഷ്ണത്തിൽ നിന്ന് ആരംഭിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അത്യുജ്വല സംഭാവന നേതാക്കന്മാർ സഖാവ് K ശങ്കർജിയും സഖാവ് PK വേലായുധനും സഖാവ് S രാമനവിത്തൻ തുടങ്ങിയ മഹാന്മാരായ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വളർന്നു പ്രസ്ഥാനം ഇന്നിപ്പോ ചാർപ്പേരിയയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മാറിയിട്ടുണ്ട്. നിരവധി സഖാക്കളുടെ ജീവൻ നൽകി വളർത്തിയെടുത്ത പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ രാജ്യത്തെ പാവപ്പെട്ടവര്, പട്ടിണിക്കാർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, മർദ്ദിതർക്ക്, ചൂഷിതർക്ക് അവരുടെ മോചനത്തിന് വേണ്ടിയുള്ള വലിയ പതാകയാണ് ഈ ചെമ്പതാക.
കെ മാമുക്കുട്ടിയുടെ ഊരകത്തെ സ്മൃതി കുടീരത്തിൽ നിന്നുള്ള പതാക ജാഥയും താന്നിത്തെ കെ ഈശന്റെ സ്മൃതി കുടീരത്തിൽ നിന്നുള്ള കൊടിമര ജാഥയും അവണിശ്ശേരിയിലെ കവി മുല്ലനേഴി കെ ശങ്കർജി പി കെ വേലായുധൻ AS രാമൻ എഴുത്തച്ഛൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളിൽ നിന്നുള്ള ദീപശിഖ ജാഥകളും ആനക്കല്ല് സെന്ററിൽ സംഗമിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KS മോഹൻദാസ്, ക്യാപ്റ്റനായ കൊടിമര ജാഥ PR വർഗീസും, സെബി ജോസഫ് ക്യാപ്റ്റനായ പതാക ജാഥ ഏരിയ സെക്രട്ടറി AS ദിനകരനും, P ചന്ദ്രൻ ക്യാപ്റ്റനായ ദീപശിഖ ജാഥ ഏരിയ കമ്മിറ്റി അംഗം KK അനിലും ഉദ്ഘാടനം ചെയ്തു. 6-7 തീയതികളിലായി അവണിശ്ശേരി സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുരളി പെരുന്നെല്ലി MLA, KK രാമചന്ദ്രൻ MLA, KV അബ്ദുൽ ഖാദർ, PK ഷാജൻ എന്നിവർ പങ്കെടുക്കും. 13 ലോക്കലുകളിൽ നിന്നായി 150 പ്രതിനിധികളും പങ്കെടുക്കും. ഡിസംബർ 8 വൈകിട്ട് 4 പാറക്കുളം സെന്ററിൽ നിന്ന് ചുവപ്പ് സേനാ മാർച്ചും ബഹുജന പ്രകടനവും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. BJP അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് തുറന്നു. പുതിയ കാര്യാലയം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. കാരണം ഒരു 10 വർഷം മുമ്പത്തെ പാർട്ടിയല്ല ഇപ്പോഴത്തെ പാർട്ടി. 10 വർഷം മുമ്പ് നിങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിലെ ഭരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് BJPക്കുള്ളത്. ഇപ്പോ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ബൂത്ത് നമ്മുടെ പഞ്ചായത്തിലെ ബൂത്താണ്. തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ഇപ്പൊ ഭരിക്കുന്ന പഞ്ചായത്ത്, ഏക പഞ്ചായത്ത് അവണിശ്ശേരിയാണ്. ഈ അവകാശവാദങ്ങൾക്കെല്ലാം ഒരു 11 മാസത്തെ ആയുസ്സുള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ധാരാളം പഞ്ചായത്തുകൾ ഈ ജില്ലയിൽ BJP ഭരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഈ അവകാശവാദത്തിനൊക്കെ ഒരു 11 മാസത്തെ ആയുസ്സുണ്ട്. അങ്ങനെ വരുമ്പോ നിങ്ങൾ ഈ ജില്ലയിലെ ഒരുപാട് പഞ്ചായത്തുകളോട് മത്സരിക്കണം. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TB ബബീഷ് അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ, BJP പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി സുധീർ, പഞ്ചായത്ത് സമിതി സെക്രട്ടറി വൈശാഖ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, മെമ്പർമാരായ വൃന്ദ ദിനേശ്, സൂര്യ ശോഭി, സായ രാമചന്ദ്രൻ, രമണി നന്ദകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനിൽ ചാണാശ്ശേരി എന്നിവർ പങ്കെടുത്തു. ആനക്കല്ല് സെന്ററിൽ അമൃത ആർക്കേഡിലാണ് 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ BJPയുടെ പുതിയ ഓഫീസ് തുറന്നത്. ഏറ്റവും വലിയ ശക്തിയുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ, നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ ഏത് മുക്കിലും മൂലയിലും പ്രവർത്തകരുള്ള, എല്ലാ മേഖലയിലും സ്വാധീനമുള്ള ആദ്യത്തെ രാഷ്ട്രീയ കക്ഷിയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി അവണിശ്ശേരി പഞ്ചായത്ത്. കാലങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള കാര്യകർത്താക്കളും പ്രവർത്തകരുടെയൊക്കെ അധ്വാനത്തിന്റെ ഫലമായിട്ട് നമ്മൾ കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണം കഴിയാറുണ്ട്. എല്ലാ വാർഡിലും നമ്മളൊരു നിർണായക ശക്തിയാണ്. നമ്മൾ ജയിച്ച വാർഡുകളായിക്കോട്ടെ, നമ്മൾ 2ാം സ്ഥാനത്തെത്തിയ വാർഡുകളായിക്കോട്ടെ, ഇനി 3ാം സ്ഥാനത്തെത്തിയ വാർഡുകളായിക്കോട്ടെ, നമ്മൾ അവഗണിക്കാൻ പറ്റാത്തൊരു ശക്തിയാണ്. എല്ലാ സമുദായ സംഘടനകളുടെ നേതൃത്വത്തിലും നമ്മുടെ കാര്യകർത്താക്കള്, നമ്മുടെ പ്രവർത്തകരുണ്ട്. മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ചേർപ്പിൽ ജില്ലാതല മണ്ണ് ദിനാചരണം നടന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണിന്റെ ഉപയോഗം മനുഷ്യർക്ക് മാത്രമല്ല, അത് ഈ മണ്ണിൽ ജീവിക്കുന്ന അനേകം സൂക്ഷ്മജീവികൾ, ഒരു പക്ഷേ ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികളുണ്ടാവും, ഉപകാരപ്രദമുള്ള സൂക്ഷ്മജീവികളുണ്ട്. വിവിധങ്ങളായിട്ടുള്ള വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങളൊക്കെ ഈ മണ്ണിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. മണ്ണ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മണ്ണിലാണ്, അതുകൊണ്ടാണ് മണ്ണ് ചവിട്ടി നിൽക്കണം എന്നൊക്കെ നമ്മെ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ വളർന്നാൽ ഈ മണ്ണിൽ ചവിട്ടി നിൽക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മളോട് ചെയ്യുന്നത്
മണ്ണിനെ വിട്ടുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധ്യമല്ല എന്നുള്ള അറിവുകൊണ്ടുണ്ട്. കൃഷിക്കാർക്ക് മാത്രമല്ല, കൃഷിയെ മാത്രമാണ് പ്രമാണം എന്ന് പറയുമ്പോൾ നമ്മൾ സങ്കല്പിക്കുന്നത് കൃഷിക്കാർക്ക് വേണ്ടി മാത്രമല്ല. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയത്ത് അധ്യക്ഷത വഹിച്ചു. വളരെയധികം സങ്കടകരമായ ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ്സിനേക്കാളും പ്രാധാന്യം അവരുടെ കൃഷി വീണ്ടെടുക്കാനുള്ള മുന്നൊരുക്കത്തിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന അവർ തന്നെയാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നിർബന്ധിച്ച് വിളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. വളരെയധികം പല മേഖലകളിൽ നിന്നും വെള്ളം ഇങ്ങനെ ഷട്ടർ തുറന്നിട്ട് വെള്ളം ഇറങ്ങി പോകാത്ത സാഹചര്യങ്ങളിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ പലരും വിത്ത് ഇറക്കിയിട്ടേ ഉള്ളൂ, നടിയിൽ തുടങ്ങിയിട്ട് അതുപോലെ മുള വന്നു തുടങ്ങിയ സാഹചര്യത്തിലാണ് പലരും മുങ്ങിയെടുക്കുന്നത്. അതൊക്കെ വളരെ എങ്ങനെയാണ് ഇതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് പഠിക്കാനാണോ ഞങ്ങളിവിടെ വന്നിരിക്കേണ്ടത്, ഞങ്ങൾ അതിൽ നിന്ന് റിക്കവർ ആവാനുള്ള കാര്യങ്ങളാണോ ചെയ്യേണ്ടതെന്നാണ് കൃഷി നമ്മളൊക്കെ വിളിക്കുമ്പോൾ അവർ പറഞ്ഞത്. തൃശൂർ സോയിൽ സർവേ ഓഫീസർ എം എ സുധീർ, ജില്ലാ സോയിൽ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ എൻ ധന്യ, ജനപ്രതിനിധികളായ ഷീല ഹരിദാസ്, അനിത അനിലൻ, പ്രിയലത പ്രസാദ്, കൃഷ്ണകുമാർ, ഉണ്ണികൃഷ്ണൻ, ധന്യ സുനിൽ, നസീജ മുത്തലീഫ്, മണ്ണ് സംരക്ഷണ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചേർപ്പ് മുത്തുള്ളിയാൽ റൈഗൽ മെഡിക്കെയർ ആശുപത്രിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 3 ദിവസത്തെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ചേർപ്പ് മുത്തുള്ളിയാലിലാണ് ക്യാമ്പ്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് രോഗികളെ പരിശോധിക്കുക. പരിശോധനയ്ക്കായി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിന് 7994423356, 7994223356 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ആശുപത്രിയിൽ 1 മാസം സൗജന്യ കൺസൾട്ടേഷൻ ലഭിക്കുന്നതാണ്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് 6 മാസം സൗജന്യ കൺസൾട്ടേഷൻ, ജീവിതശൈലി രോഗങ്ങൾ നിർണ്ണയിക്കുന്നതിനുള്ള രക്തപരിശോധനയിൽ 4 ലാബ് ടെസ്റ്റുകൾ സൗജന്യമായിരിക്കും. മറ്റ് ലാബ് ടെസ്റ്റുകൾക്ക് 20% ഡിസ്കൗണ്ട്, സൗജന്യ ECG എന്നീ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. മരുന്നുകൾക്ക് 5 മുതൽ 40% വരെ വിലക്കിഴിവും ലഭ്യമാണ്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളെ വരവേൽക്കാൻ പെരുമ്പുള്ളിശ്ശേരി അന്ന സിൽക്സ് ഒരുങ്ങി. ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഭാഗ്യനാഥൻ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഒരു മുൻകൂർ ഉപഭോക്താക്കൾക്കുള്ള ഒരു സമ്മാനം കൂടിയാണ്, അന്നയുടെ സമ്മാനമാണ് ഇന്നത്തെ ഈ പ്രൊമോഷൻ. ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ് ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒട്ടനവധി ഐറ്റംസ്, വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പ്രൊപ്പറേറ്റർ പറഞ്ഞത്. മറ്റു ഒട്ടനവധി കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട്. നല്ലതായിട്ട് നമ്മുടെ സ്ഥാപനം അലങ്കരിച്ചിട്ടുണ്ട് ഉപഭോക്താക്കൾക്കായിട്ട്, അവരെ സ്വീകരിക്കുന്നതിനായിട്ട്. കൂടാതെ ഒരു ഓഫർ എന്താണ്, വൗച്ചർ അല്ലേ, ഫ്രീ വൗച്ചറും 3000 രൂപയ്ക്കുള്ള സമ്മാനം വാങ്ങിക്കുന്നവർക്ക് 500 രൂപയുടെ ഫ്രീ വൗച്ചർ എല്ലാ ഉപഭോക്താക്കൾക്കായിട്ട് നൽകിയിട്ടുണ്ട്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ് തികച്ചും സൗജന്യമായി നേടാൻ ഉപഭോക്താക്കൾക്ക് അന്ന സിൽക്സ് അവസരമൊരുക്കിയിട്ടുണ്ട്. സാരികൾ, ലേഡീസ് വെയർ, ജെൻസ് വെയർ, കിഡ്സ് വെയർ എന്നിവയുടെ ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളുടെ അപൂർവ ശേഖരവും സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇക്കണോമിക് വസ്ത്രങ്ങളുടെ അതിവിപുല കളക്ഷനുകൾ. സാരികൾ 99 രൂപ മുതൽ, വിചിത്ര സിൽക്ക് സാരി 199 രൂപ, ഡ്യൂപ്പിയൻ സിൽക്ക് സാരി 299 രൂപ, കോട്ടൺ സിൽക്ക് സാരി 399 രൂപ, ബ്രോക്കേഡ് വെഡ്ഡിംഗ് സാരി 399 രൂപ, കുത്താമ്പുള്ളി സെറ്റ് സാരി 399 രൂപ, കോട്ടൺ നൈറ്റി 149, ഖാദി വൈറ്റ് ഷർട്ട് 199, ജെൻസ് ടീഷർട്ട് 99 രൂപ, ഡബിൾ മുണ്ടുകൾ 199 രൂപ, കാവി മുണ്ടുകൾ 99 രൂപ, കുട്ടികളുടെ ബർമൂഡ 65 രൂപ മുതൽ, ബെഡ്ഷീറ്റ് 99 രൂപ, ഷോൾ 39 രൂപ എന്നിങ്ങനെ വിലക്കുറവിന്റെ മഹാത്ഭുതത്തോടൊപ്പം ആഘോഷ നിമിഷങ്ങളെ അവിസ്മരണീയമാക്കാൻ അത്യാകർഷക ഓഫറുകളുമായാണ് അന്ന സിൽക്സ് ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത്.
ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ് ഉദ്ഘാടന ചടങ്ങിൽ 2ാം വാർഡംഗം ഉണ്ണികൃഷ്ണൻ, ജെയ്സൺ മഞ്ഞളി, ജിഷ ജെയ്സൺ, ഷീബ ബൈജു, മാനേജർ PJ അൽജോ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ ഈ 5 വർഷത്തിന് ശേഷം ഈ ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് എന്ന പരിപാടിയിലേക്ക് ഏറ്റവും അതായത് പുതുപുത്തൻ കളക്ഷനുകളുമായിട്ടാണ് ഇപ്പോൾ അവരിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് അവരുടെ കയ്യിലുള്ള സാമ്പത്തികം അനുസരിച്ച് അതുപോലെ തന്നെ അനേകം സമ്മാനങ്ങളും കൂടി അവർ ഇതിലൂടെ അവർ പ്രഖ്യാപിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. എക്കാലത്തും നമ്മുടെ നാട്ടിൽ വളരെ നല്ല രീതിയിലുള്ള കച്ചവടം നടത്തിയുള്ള അന്ന സിൽക്കിന് ഏറ്റവും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും. KSSPA ചേർപ്പ് ബ്ലോക്ക് 40ാം വാർഷിക സമ്മേളനം നടന്നു. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് CS മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ടോമി പെല്ലിശ്ശേരി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM കുഞ്ഞുമൊയ്തീൻ, ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ, ഡേവിഡ് സ്റ്റീഫൻ, സത്യനാഥൻ, K മോഹനസുധൻ, സരസിജ, സന്തോഷ് കുമാർ സെൻ, കുര്യാക്കോസ്, KS ഉണ്ണികൃഷ്ണൻ, രാമചന്ദ്രൻ, പ്രസന്നകുമാർ, സിജോ ഇടപ്പുള്ളി, രാധാകൃഷ്ണൻ, മോഹൻലാൽ, C രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ ഇളംകുന്നിൽ അനധികൃത മണ്ണ് ഖനനം നടത്തിയ സ്ഥലം തഹസീൽദാർ പരിശോധിച്ചു. പ്രദേശത്ത് മണ്ണ് ഖനനം നിരോധിച്ചിട്ടും പ്രവൃത്തി തുടർന്ന സാഹചര്യത്തിൽ നാട്ടുകാർ നിരന്തരം പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് തഹസീൽദാർ സ്ഥലം സന്ദർശിച്ചത്. ഗ്രൗണ്ട് നിർമ്മാണത്തിനെന്ന പേര് പറഞ്ഞ കഴിഞ്ഞ 2 വർഷമായി അനധികൃതമായി ആയിരക്കണക്കിന് ടിപ്പർ മണ്ണാണ് പ്രദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയതെന്ന് നാട്ടുകാർ പറയുന്നു. വല്ലച്ചിറ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ബന്ധപ്പെട്ടവർ ഈ ഖനനം നിർത്താതെ തുടരുകയായിരുന്നു. തുടർന്ന് ജില്ലാ കലക്ടർക്കടക്കം നാട്ടുകാർ നിരവധി പരാതികൾ നൽകിയ സാഹചര്യത്തിലാണ് തഹസീൽദാർ സ്ഥലത്ത് പരിശോധന നടത്തിയത്. അനുമതിയില്ലാതെ ഒരു ഗ്രൗണ്ട് നിർമ്മാണത്തിൻ്റെ പേരിൽ മറവിൽ ആയിരക്കണക്കിന് ട്രിപ്പ് മണ്ണ് ഇവിടുന്ന് നീക്കം ചെയ്യുകയും കൊള്ളയടിക്കുകയും അനുമതിയില്ലാത്ത ഖനനം നടത്തി ഈ നാടിനും ഈ നാട്ടുകാർക്കും ഈ പ്രദേശത്ത് താമസിക്കുന്ന സമസ്ത ജനങ്ങൾക്കും ഒരു ഉരുൾപൊട്ടലിനോ വലിയൊരു പ്രകൃതിക്ഷോഭത്തിനോ ഇടവരുത്തുന്ന രീതിയിലാണ് ഈ മണ്ണിൻ്റെ ഖനനം നടന്നിട്ടുള്ളത്. അതിനെ തുടർന്ന് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ബന്ധപ്പെട്ട സർക്കാർ അധികാരികൾ ഇതിൻ്റെ നടപടികളുമായി ഇന്ന് ഇവിടെ ഒരു പരിശോധന നടത്തുകയുണ്ടായി. ബന്ധപ്പെട്ട നമ്മുടെ ഭൂരേഖ തഹസീൽദാരാണ് വന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇന്നിവിടെ പരിശോധനയ്ക്ക് എത്തിയത്. കഴിഞ്ഞ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 7/6 തുടങ്ങിയ ഈ ഒരു സമരത്തെ തുടർന്ന് നാട്ടുകാരുടെ സമരം അതിനു മുമ്പും 2022 മുതൽ തന്നെ ഈ ഖനനം നടക്കുകയും ഈ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് പരാതികളും വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ഒക്കെ 2022, 2023 ഒക്കെ നടന്നിട്ടുള്ളതാണ്. എങ്കിലും ഈ പ്രശ്നം അതിൽ നിർത്തിവെപ്പിച്ച് അത് അതിൻ്റെ എന്താ പറയുക ഖനനത്തെ തടയിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന നാദയോഗി ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവം തുടരുന്നു. കലാമണ്ഡലം MP വിജിതയുടെ ശ്രീകൃഷ്ണചരിതം നങ്ങ്യാരമ്മക്കൂത്ത് ശ്രദ്ധേയമായി. മിഴാവിൽ കലാമണ്ഡലം വിജയും കലാമണ്ഡലം അതുലും, കുഴിത്താളത്തിൽ കലാമണ്ഡലം അമൃതയും, ഇടക്കയിൽ കലാമണ്ഡലം സരോദും പക്കമേകി. ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തിൽ രാവിലെ മുതൽ നിരഞ്ജനാജയൻ, ഗൗരി നാരായണൻ, ഷൈനി ഷാജി, വെങ്കിടങ്ങ, ഇസാനി, ഉഷ എബി എന്നിവരുടെ സംഗീത കച്ചേരിയും ഉണ്ടായിരുന്നു. വിനീത് കോട്ടപ്പുറം വയലിനിലും, ഡോക്ടർ പരിയാറമ്പറ്റ ബാബുരാജ് മൃദംഗത്തിലും, തൃശൂർ PV നാരായണൻ ഘടത്തിലും പക്കം വായിച്ചു. ഗ്രീഷ്മ വിഷ്ണുവിന്റെ കേരള നടനവും, തൃക്കുമാരകുടം NSS വനിതാ സമാജത്തിന്റെ തിരുവാതിരക്കളിയും, ദേവസ്ഥാനം കലാപീഠം വിദ്യാർത്ഥികളായ KM ദിയ അവതരിപ്പിച്ച കുച്ചിപ്പുടിയും, ശ്രുതി രഞ്ജിത്ത്, മനീഷ, നിസ്തുല എന്നിവരുടെ ഭരതനാട്യവും ദേവസ്ഥാനത്ത് നടന്നു. കലാകാരികൾക്ക് ദേവസ്ഥാനം അഡ്വക്കേറ്റ് ശ്രീരാഗ് പ്രശസ്തി പത്രവും ഫലകവും പ്രസാദവും നൽകി ആദരിച്ചു. താന്യം, കാട്ടൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുനയം താൽക്കാലിക ബണ്ട് കെട്ടുന്നതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. താൽക്കാലിക ബണ്ട് ഉടൻ നിർമ്മിച്ചില്ലെങ്കിൽ ഇറിഗേഷൻ ഓഫീസ് ഉപരോധമടക്കം നടത്തുമെന്ന് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി NS അയൂബ് ഉദ്ഘാടനം ചെയ്തു. പടവുകളിലെ ആയിരക്കണക്കിന് വരുന്ന കോൾപ്പടവുകളിലെ ഏറ്റവും പ്രധാന 3 കെട്ടുകളിൽ ഒന്നാണ് ശ്രീ മുനയം കെട്ട്. ശ്രീ ഏനാമാവ് കെട്ട് ഉൾപ്പെടെ പാവട്ടിയിലുള്ള മുല്ലശ്ശേരിയുള്ള കെട്ട് ഉൾപ്പെടെ കരാഞ്ചിറ മുനയം ബണ്ടും പുളിവെള്ളം
പാടശേഖരങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കറുകൾ വരുന്ന പാടശേഖരങ്ങൾക്ക് പുളിവെള്ളം കയറാതിരിക്കാനുള്ള സുരക്ഷിതമായ നിലനിർത്തുന്ന പുളിവെള്ളം വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ബണ്ടാണ് മുനയം ബണ്ട്. ഈ മൂന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബണ്ടും കൂടിയാണ് മുനയം ബണ്ട്. കൃഷി എന്നതിലുപരി ഈ പരിസരയിലുള്ള എല്ലാ മേഖലകളിലും ശുദ്ധജലത്തിൻ്റെ ഒരു സ്രോതസ്സും കൂടിയാണ് മുനയം ബണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കൊല്ലങ്ങളായി നേരത്തെ കഴിഞ്ഞ പ്രതിഷേധ സമരത്തിലൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുനയം ബണ്ട് സ്ഥിരം ബണ്ടാക്കുമെന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ LDF ഗവൺമെൻറ് ശ്രീമതി ഗീതാ ഗോപിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഉദ്ഘാടനത്തിൻ്റെ നാടകം കളിച്ചുകൊണ്ട് സ്ഥിരം ബണ്ടാക്കുമെന്ന് 22 കോടി രൂപ പാസ്സാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെയും കർഷകരെയും ശുദ്ധജലത്തിൻ്റെ ഉപഭോക്താക്കളെയും ഒക്കെ ഒരു നാടകം കളിപ്പിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ വഞ്ചിച്ചുകൊണ്ട് ഈ മുനയംകെട്ടിനെ പറ്റി അവർ ആഹ്വാനം ചെയ്ത് ഇതുവരെ ഇത്രയും കൊല്ലമായിട്ട് 5-6 കൊല്ലമായിട്ടും 10 വർഷത്തിൽ മേലെയായിട്ടും ഈ മുനയം ബണ്ട് ഇതുവരെ സ്ഥിരം ബണ്ടാക്കുന്ന സംവിധാനത്തിൽ ഉണ്ടായിട്ടില്ല. മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ആൻഡോ തുറയൻ, കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി, ജനറൽ സെക്രട്ടറി KN വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. അന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ നിജസ്ഥിതി ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞിരുന്നു. ഇതിൽ ഉപയോഗിച്ചിരുന്ന മുളയും മറ്റു വസ്തുക്കളൊക്കെ തന്നെ മുൻ വർഷങ്ങളിൽ ഉപയോഗിച്ച വസ്തുക്കളാണ് എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അത് അക്ഷരം പ്രതി ആ വാർത്ത ശരിയാണെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് തീർക്കുന്ന രീതിയിലാണ് ഇന്നലത്തെ മഴയിൽ നമുക്കറിയാം ഇതിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഇതെല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും കൃത്യത പാലിക്കുമെന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇവിടെ സ്ഥിരം ബണ്ടിന് അനുമതിയായി 22 കോടി അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരെയും കർഷകരെയും അതുപോലെ തന്നെ ജലം ഉപയോഗിക്കുന്നവരെയൊക്കെ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിൽ നിന്ന് ഇവിടുത്തെ LDF ഗവൺമെൻറ് പിന്മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പെരുമ്പിളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ തിരുവോണ ഊട്ട് വെള്ളിയാഴ്ച രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, മഹാഗണപതി ഹോമം, കാൽ കഴുകിച്ചൂട്ട്, ലക്ഷ്മി നാരായണ പൂജ, ഭൂമി പൂജ, നാമജപം, 11-ന് പ്രസാദ ഊട്ട്, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവ ഉണ്ടായിരിക്കും. അമ്മാടം കൈതാരത്ത് ജോൺസൺ 66 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി. ഓമനയാണ് ഭാര്യ. നെൽജോ, നെൽസൺ എന്നിവർ മക്കളും, ബെന്നി, ജോൺസി എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പൂജാ ബമ്പർ നറുക്കെടുപ്പിൽ 2ാം സമ്മാനം തൃപ്രയാർ സ്വദേശിക്ക്. തൃപ്രയാർ മേൽ തൃക്കോവിൽ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന മണക്കാട്ട് ചന്ദ്രനാണ് 1 കോടി രൂപയ്ക്ക് അർഹനായത്. CPIM ചേർപ്പ് ഏരിയ സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി സ്വാഗത സംഘം ചെയർമാൻ PR വർഗീസ് പതാക ഉയർത്തി. BJP അവനിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് തുറന്നു. പുതിയ കാര്യാലയം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ചേർപ്പിൽ ജില്ലാതല മണ്ണ് ദിനാചരണം നടന്നു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.